വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടുവരിക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വീഡിയോ ക്ലാസ് ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നില്ലേ, പെലായിയുടെ വീട്ടിൽ വലിയ ചിറകുള്ള ഓൾഡ് മാൻ വരികയും അവരുടെ നൈബർ അതൊരു ഏഞ്ചൽ ആണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ആളുകൾ ഏഞ്ചലിനെ കാണാൻ വരികയും പെലായോയും വൈഫും പെട്ടെന്ന് പണക്കാരാവുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഏഞ്ചലിനെ കാണാൻ വന്നു. ബട്ട് ഏഞ്ചൽ അങ്ങേയറ്റം ക്ഷമയുള്ള ആളായി കാണപ്പെട്ടു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ കണ്ടു. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് ഈസ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ഈ സമയത്താണ് ടൗണിൽ എന്ത് വന്നത്? ദർ ഈസ് എ ട്രാവലിംഗ് ഷോ. ഒരു ട്രാവലിംഗ് ഷോ വന്നത്. ജസ്റ്റ് ലൈക്ക് സർക്കസ് ഒക്കെ പോലെ ഒരു ട്രാവലിംഗ് ഷോ ടൗണിൽ വരികയാണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഈ ഷോയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് മാന് വിത്ത് അനോമസ് വിങ്സ് പോലെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ വുമൻ. അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീക്ക് എന്താ സംഭവിച്ചത്? ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ. അവരൊരു സ്പൈഡറായിട്ട് മാറിയിട്ടുണ്ട്. ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അവിടെ മാജിക്കൽ എലമെൻറ്റ്സ് ആണ്. എന്താണ് പറയുന്നത്? തണ്ടറും ലൈറ്റനിങ് ഒക്കെ, ഇടിയും മിന്നലൊക്കെ ഉള്ള അത് ഏറ്റിട്ട് ഒരു സ്ത്രീ എന്തായിട്ട് മാറിയതാ? സ്പൈഡറായിട്ട് മാറിയതാ. ആ ഒരു സ്ത്രീയാണ് ഈ ഷോയുടെ, ടൗണിൽ പുതുതായിട്ട് വന്ന ഷോയുടെ പ്രധാന അട്രാക്ഷൻ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് പെലായോയും വൈഫും വാങ്ങുന്നതിനേക്കാളും കുറച്ച് ഫീസേ ഉള്ളൂ. എന്തിനെ കാണാൻ? ഈ വുമണെ കാണാൻ. ഈ ഷോയിൽ എൻട്രൻസ് എടുത്തിട്ട് ഈ സ്ത്രീയെ കാണാൻ വളരെ ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. ഫ്ലോക്ക്ഡ് മീൻസ് കൂട്ടമായിട്ട് ഒഴുകുക. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. അതോടെ എന്ത് ചെയ്തു? ഈ ഓൾഡ് മാനെ കാണാൻ വേണ്ടി വന്ന ആളുകളൊക്കെ എങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി? ടൗണിലേക്ക് പോകാൻ തുടങ്ങി. They were also permitted to ask her all manner of questions about her absurd state. മാത്രമല്ല ആ ഷോയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കറിയാം ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, ഈ ഏഞ്ചലിനോട് നമുക്കൊന്നും ചോദിക്കാൻ വയ്യ. ചോദിച്ചാലും അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ടൗണിലെ ഷോയിൽ പോയാൽ എന്ത് ചെയ്യും? They were also permitted to ask her. ഈ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ സ്ത്രീയോട് ചോദിക്കാം. ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻ, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അബൌട്ട് ഹർ അബ്സേർഡ് സ്റ്റേറ്റ്. എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് വന്നത്? അബ്സേർഡ് മീൻസ് മോശപ്പെട്ട രൂപം. അതായത് ഒരു സ്ത്രീ എന്തായിട്ട് മാറിയതാ? സ്പൈഡറായിട്ട് മാറിയതാ. അപ്പോൾ ആ മാറ്റത്തെക്കുറിച്ചും എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ആളുകൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ടൗണിലുണ്ടായിരുന്നത്. സോ ആളുകൾ നമ്മുടെ ഏഞ്ചലിനെ വിട്ടിട്ട് നേരെ എങ്ങോട്ട് പോയി? ഈ കാണാൻ വന്ന ആളുകളൊക്കെ നേരെ ടൗണിൽ ഈ ഷോ കാണാൻ വേണ്ടി പോവാണ്. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെൻറ്റ്. അപ്പോൾ ഈ വീടിൻ്റെ ഓണേഴ്സ്, അതായത് പെലായോയ്ക്കും വൈഫിനും ദർ ഈസ് നോ റീസൺ ടു ലാമെൻറ്റ്. ലാമെൻറ്റ് മീൻസ് ദുഃഖിക്കുക. ഇതിൽ ദുഃഖിക്കാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ആൾറെഡി അവർ ഒരുപാട് ക്യാഷ് സമ്പാദിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയൊരു സംഭവം വന്നപ്പോൾ ആളുകളൊക്കെ പഴയതൊക്കെ മറന്ന്, ഏഞ്ചലിനൊക്കെ മറന്ന് പുതിയ സംഭവത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്കൊരു സാമൂഹിക വിമർശനം കൂടിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം എന്താ? ഇതുവരെ ആളുകൾ ഏഞ്ചലിൻ്റെ പിറകെ ആയിരുന്നു. ബട്ട് ഒരു പുതിയ സംഭവം വന്നപ്പോൾ ആളുകളൊക്കെ നേരെ ടൗണിലേക്ക് പോവാണ്. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ. ബട്ട് നമ്മുടെ ഈ കപ്പിള് പെലായോയും വൈഫും ഇതിൽ ദുഃഖിക്കാതെ എന്ത് ചെയ്തു? അവർ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ദേ ബിൽറ്റ് എ 2-story മാൻഷൻ. മാൻഷൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ്, 2 തട്ടയ്ക്കുള്ള വലിയൊരു വീട് വെച്ചു. വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻ. ആ വീടിന് എന്തുണ്ടായിരുന്നു? ബാൽക്കണിയും ഗാർഡനൊക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് വെക്കുകയാണ്. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ദ ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. മാത്രമല്ല വിൻ്ററിൽ വീട്ടിലേക്ക് ക്രാബ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നേരത്തെ അവരുടെ വീടൊക്കെ ചെറിയ വീടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിൻ്റർ സീസണിൽ അങ്ങോട്ട് ക്രാബ്സ് ഒക്കെ അഴിഞ്ഞ് വരാറുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവർ നല്ല നെറ്റിംഗ് ഒക്കെ വെച്ചു. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോ. വിൻഡോയിലൊക്കെ എന്ത് ചെയ്തു? അയൺ ബാറൊക്കെ വെക്കുകയാണ്. സോ ദാറ്റ് ഏഞ്ചൽ വുഡിൻ ഗെറ്റ് ഇൻ. അത് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിയെ പിടിക്കാൻ വേണ്ടി ഏഞ്ചൽ വിൻഡോയിലൂടെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അയൺ ബാസ് ഒക്കെ വെച്ച് നല്ല അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ. റാബിറ്റ് വാറൻ മീൻസ് റാബിറ്റ് ഫാമാണ്. റാബിറ്റിനെയൊക്കെ വളർത്തുന്ന ഒരു പുതിയ ഫാം തുടങ്ങി. ആൻഡ്
ഗിവ് അപ്പിൻ്റെ പാസ്റ്റാണ് ഗേവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക. ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അയാൾ എന്ത് ചെയ്തു? നേരത്തെ അയാളൊരു ബെയിലിഫായിരുന്നു, കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഉത്തരവുകളൊക്കെ നടപ്പാക്കുന്ന, ഓർഡറൊക്കെ നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ചു. എലീസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ്. സാറ്റിൻ പംപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ഹീലുള്ള ചെരുപ്പുകളാണ്, ഒരു ടൈപ്പ് ഓഫ് ചപ്പലാണ് സാറ്റിൻ പംപ്സ്. എലീസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. ഇറിഡിസെൻറ്റ് മീൻസ് എന്താ? കളർഫുൾ, നല്ല ഷൈനിങ്, തിളക്കമുള്ള സിൽക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങി. അതായത് അവരുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. അപ്പോൾ ആളുകളൊക്കെ വരാതായതോടുകൂടി എന്ത് ചെയ്തു? ചിക്കൻ കൂപ്പിന് യാതൊരു ശ്രദ്ധയും കിട്ടാത്തൊരവസ്ഥയായി. കാരണം ഇവരത് ശ്രദ്ധിക്കുന്നില്ല, അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ബട്ട് ആ കൂപ്പിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഡങ് ഹീപ്പ് സ്റ്റെഞ്ചസ്. സ്റ്റെഞ്ച് മീൻസ് ബാഡ് സ്മെല്ല്. അതിൽ ഈ കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ട്. കാരണം അതിൽ ഒരുപാട് ഡങ്സ് ഉണ്ട്, അതിൻ്റെ കാഷ്ടങ്ങളുണ്ട്. അതിൻ്റെ ഒരു കൂട്ടത്തിൽ നിന്ന് ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. ദാറ്റ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അതെന്ത് ചെയ്തു? ഈ പുതിയ വീടിനെ പഴയ വീട് പോലെയാക്കി. കാരണം ആ പുതിയ വീട്ടിൽ ഇപ്പോൾ ആകെയുള്ള ഒരു ബാഡ് സ്മെല്ല് ആ കൂപ്പിൽ നിന്ന് വരുന്ന സ്മെല്ല് മാത്രമാണ്. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ഈ കുട്ടി നടന്ന് തുടങ്ങുന്ന കാലത്ത് അതായത് പാരൻസ് എന്തായിരുന്നു? കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ഈ കൂപ്പിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ, അതായത് കോഴിക്കോടിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ, ഏഞ്ചലിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ പാരൻസ് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാരൻസിന് ഈ പേടിയൊക്കെ പോവുകയാണ്. മാത്രമല്ല ഈ സ്മെല്ല് അവർക്ക് പരിചയമായും ചെയ്തു. കൂപ്പിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ അവർക്ക് പരിചിതമായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്. ഈ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിൻ്റെ മുന്നേ, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്തു? ഹി വുഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദ വയേഴ്സ് വർ ഫാളിങ് അപ്പാർട്ട്. കുട്ടി എന്ത് ചെയ്തു? ഈ ചിക്കൻ കൂപ്പിൻ്റെ അകത്ത് പോയിട്ട് ഏഞ്ചലിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങുകയാണ്. കാരണം അതിൻ്റെ സൈഡിലുള്ള വയേഴ്സൊക്കെ, വലകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് കുട്ടിക്ക് കൂളായിട്ട് അതിലേക്ക് കയറാൻ വേണ്ടി സാധിച്ചിരുന്നു. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. മാത്രമല്ല ഈ കുട്ടിക്കും ഏഞ്ചലിനും ഒരേ സമയമാണ് ചിക്കൻ പോക്സ് പിടിപെടുന്നത്. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡിൻറ്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. ഈ കുട്ടിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. അദ്ദേഹത്തിന് നോക്കാതിരിക്കാൻ സാധിച്ചില്ല. ആരെ കൂടി? ഏഞ്ചലിനെയും. കാരണം ഏഞ്ചലിനും ചിക്കൻ ബോക്സ് ഉണ്ട്, നമ്മുടെ കുട്ടിക്കുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ രണ്ടുപേരെയും പരിശോധിക്കുകയാണ്. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നി. അപ്പോൾ ഡോക്ടർ ഏഞ്ചലിനെ പരിശോധിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവൻ്റെ ഹാർട്ടിൽ നിന്നൊക്കെ വിസിലിംഗ് സൗണ്ട് ഉണ്ട്. അതായത് കണ്ടീഷൻ കുറച്ച് ബാഡാണ്. പിന്നെ മാത്രമല്ല കിഡ്നിയിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. പക്ഷേ ഡോക്ടർ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്താ? ഈ ഏഞ്ചൽ ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ് പോലെ തന്നെയാണ്. അവൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഹ്യൂമൻ ബീയിങ്സ് പോലെ തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ചിറക് മാത്രം അവനുണ്ടായത് എന്നാണ് ഡോക്ടർ അത്ഭുതപ്പെടുന്നത്. ദേ സീംഡ് സോ നാച്ചുറൽ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. മനുഷ്യൻ്റെ അതേ ഓർഗാനിസമാണ്, ഇൻറ്റേർണൽ ഓർഗാനിസമാണ് ഏഞ്ചലിനുള്ളത്. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ചിറക് മാത്രം. ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു. ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും, അതായത് മറ്റുള്ള മനുഷ്യർക്കൊന്നും, ഏഞ്ചലിന് മാത്രമാണ് ഇവിടെ ചിറകുള്ളത്, മറ്റാർക്കും ചിറകില്ല? ഇതെന്തുകൊണ്ടായിരിക്കുന്നു ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. അങ്ങനെ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടി വളർന്ന് സ്കൂളിലൊക്കെ പോകുന്ന സമയം എന്ത് ചെയ്യുന്നു? സൺ ആൻഡ് റെയിൻ അല്ലേ, മഴയും വെയിലൊക്കെ ഏറ്റിട്ട് എന്ത് ചെയ്തു? ഈ കൂപ്പ് തകരുകയാണ്. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡയിങ് മാൻ. സ്ട്രേ മീൻസ് അലഞ്ഞു നടക്കുന്ന, അതായത് ഈ ഏഞ്ചലിൻ്റെ കണ്ടീഷൻ വളരെ ബാഡായി. ചിക്കൻ കൂപ്പ് തകർന്നപ്പോൾ എന്ത് ചെയ്തു? ഹി വെൻറ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ. ഹിയർ ആൻഡ് ദർ എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഡ്രാഗിങ്, ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി ഏഞ്ചൽ അല്ലേ. അതായത് വളരെ മരിക്കാനായ ഒരാളെപ്പോലെ അലഞ്ഞു നടക്കുകയാണ്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം.
ഒരേ സമയം അയാളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ അഴഞ്ഞ് ആ കോർട്ട്യാർഡിലും വീടിന് ചുറ്റും നമ്മുടെ ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. മാത്രമല്ല അവന് തീരെ കഴിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഏഞ്ചൽ. സ്കേഴ്സ്ലി മീൻസ് നെഗറ്റീവാണ് അല്ലേ, ഒന്നും കഴിക്കുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി. കണ്ണൊക്കെ എന്ത് ചെയ്തു, മൂടാൻ തുടങ്ങി. ഫോഗ് മീൻസ് മൂടൽ മഞ്ഞ് പോലെ, ആകെ മൂടൽ, കാഴ്ചയൊന്നും കുറവായി. ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. ബമ്പ് മീൻസ് ഇടിക്കുക. ഇവനെന്ത് ചെയ്യും, അവിടെയുള്ള പോസ്റ്റിലൊക്കെ പോയിട്ട് ഇടിക്കും. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെയ്ഡ്. അല്ലേ, ഈ സമയത്ത് പെലായോ എന്ത് ചെയ്തു, അവനൊരു ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഷെഡിൽ ഉറങ്ങാനും സമ്മതിക്കുകയാണ്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. മാത്രമല്ല രാത്രിയൊക്കെ നല്ല ടെമ്പറേച്ചർ, നല്ല പനിയുണ്ടായിരുന്നു ഏഞ്ചലിന്. ദേ ബിക്കെയിം അലാമഡ്. ഇവർക്കാകെ പേടി തോന്നുകയാണ്. കാരണം എന്താ, ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. കാരണം എന്താ, ഏഞ്ചൽ മരിക്കാൻ പോകും, ഉടനെ മരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. കാരണം അവൻ്റെ കണ്ടീഷനൊക്കെ വളരെ ബാഡാണ്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. പക്ഷെ അടുത്ത ദിവസം വെയിലൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇയാളുടെ കണ്ടീഷൻ, ഏഞ്ചലിൻ്റെ കണ്ടീഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. പക്ഷെ കോർട്ട്യാർഡിൻ്റെ ഫാദസ്റ്റ് സൈഡ് അറ്റത്ത് എന്ത് ചെയ്തു, ഇവന് മോഷൻലെസ് ആയിട്ട് നമ്മുടെ ഏഞ്ചൽ യാതൊരു ചലനവും ഇല്ലാതെ ഒരുപാട് ദിവസം നിൽക്കുന്നത് കണ്ടിരുന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്ക്, ബിഗിനിങ് മീൻസ് സ്റ്റാർട്ടിംഗ് ആണ്, ഡിസംബർ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഏഞ്ചലിൻ്റെ ചിറകിലൊക്കെ പുതിയ തൂവലുകൾ വരാൻ വേണ്ടി തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് സ്കെയർ ക്രോ. എന്താ സ്കെയർ ക്രോ, അതിൻ്റെ സൈഡിലുണ്ട് പിക്ചർ. സ്കെയർ ക്രോ മീൻസ് എന്താ, പാടത്തൊക്കെ നമ്മൾ കൃഷിസ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, നോക്കുകുത്തി വെക്കും. ഇതുപോലെ ഉള്ള തൂവലുകളായിരുന്നു ഏഞ്ചലിൻ്റെ ചിറകിൽ വന്നിരുന്നത്. ഓൺ മോർണിംഗ് എലിസെൻഡ വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് ഒനിയൻ ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അങ്ങനെ ഒരു ദിവസം എലിസെൻഡ എന്ത് ചെയ്യാണ്, ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒനിയനൊക്കെ കട്ട് ചെയ്യുമായിരുന്നു. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒനിയൻസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. വെൻ എ വിൻഡ് ബ്ലോ ഇൻ ടു ദ കിച്ചൺ. കിച്ചണിലേക്ക് ഒരു കാറ്റടിച്ച് വരുന്ന പോലെ തോന്നുകയാണ്. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നത്, നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യാണ്, ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഫ്ലൈറ്റ്, അവന് പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദീസ് were so clumsy that he was on the point of knocking the shade down as he could not get grip of the air. പക്ഷേ ഇവൻ പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഏഞ്ചൽ പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണ്, അതൊരു കറക്റ്റ് ഫ്ലൈയിങ് അല്ല. അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഇടിക്കുകയാണ്. എവിടേക്കാണ് ഇടിക്കുന്നത്, ഷെഡിൻ്റെയൊക്കെ സൈഡിൽ ഇടിക്കുകയാണ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏഞ്ചലിന് ഹൈറ്റിലേക്ക് പറക്കാനൊക്കെ സാധിക്കുകയാണ്. എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. എലിസെൻഡയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നുകയാണ്. കാരണം എന്താ, ഏഞ്ചൽ പറന്ന് തുടങ്ങുന്നുണ്ട്. ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം. കാരണം എന്താ, എലിസെൻഡ ചിന്തിക്കുകയാണ്, ഇതാണ് അവൾക്കും ഏഞ്ചലിനും നല്ലത്. കാരണം എന്താ, ഈ ഏഞ്ചൽ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ വളരെ ബാഡ് കണ്ടീഷനിലായിരുന്നു, ഏത് നിമിഷം മരിക്കും എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പറന്ന് തുടങ്ങുന്നുണ്ട്. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ അവിടുന്ന് പറന്ന് തുടങ്ങി കുറച്ച് അകലെയുള്ള വീടൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. വൾച്ചർ മീൻസ് എന്താ, കഴുകൻ. ഒരു കഴുകനെ പോലെ ഇവരെന്ത് ചെയ്യാണ്, ഏഞ്ചൽ എന്ത് ചെയ്യാണ്, പറന്ന് അകലെയാണ്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൺ വെൻ ഷി വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. എലീസെൻഡ അവിടെ കട്ട് ചെയ്യാണ്, ഒനിയൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്തും അവരെന്ത് ചെയ്യാണ്, ഏഞ്ചൽ പറന്നു പോകുന്നത് നോക്കിയിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. എത്ര അകലേക്കാണ് പോകുന്നത്, കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ എലീസെൻഡ ഏഞ്ചലിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ലാസ്റ്റ് എന്താ പറയുന്നത്, ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ്. അനോയൻസ് മീൻസ് എന്താ, ശല്യം. ഇപ്പോൾ അവൾക്ക് ഈ ഏഞ്ചൽ ഒരു ശല്യമൊന്നും അല്ല.
ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. പക്ഷേ സീയുടെ അറ്റത്ത്, ചക്രവാളത്തിൻ്റെ അറ്റത്ത് ഒരു ഇമാജിനറി ഡോട്ടായിട്ട്, ഒരു ബിന്ദുവായിട്ട് തോന്നുകയാണ്. സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മാജിക്കൽ റിയലിസം ഉള്ള എലമെൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരേ സമയം നമുക്ക് ഏഞ്ചലിൻ്റെ ലൈഫൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു റിയാലിറ്റിയും അതേപോലെ ഫാൻറ്റസിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഇതിൽ ഒരുപാട് തീം വരുന്നുണ്ട്, സാമൂഹിക വിമർശനങ്ങളുണ്ട്. അതായത് പിന്നെ ലൈഫിൽ ഒരു പുതിയ സംഭവം വരുമ്പോൾ ആളുകളൊക്കെ ഓടി വരുന്നുണ്ട് പക്ഷേ ഇതേ ആളുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഏഞ്ചലിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏഞ്ചലിനോട് ഇവർ കാണിക്കുന്ന കമ്പാഷനും അതിലൂടെ അവർ നേടുന്ന പണവും അവരുടെ ലൈഫിൽ വന്ന ചേഞ്ചസൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ കാണിക്കുന്നത്. സോ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.